ആൻഡ്രെ കർപ്പതി കുറച്ചു നാൾ മുമ്പേ AI കാരണം എലിമിനേറ്റ് ആവാൻ ചാൻസ് ഉള്ള ജോബുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് ജോബുകളാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അനലിറ്റിക്സ്, കസ്റ്റമർ കെയർ റെപ്സ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൂടുതൽ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതേപോലെ ജോബിൽ ഒരു യുണീക് സെറ്റ് ഓഫ് പാറ്റേൺസും ഇല്ലാത്ത ജോബുകളാണ് ഏറ്റവും റിസ്കിൽ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അക്കൗണ്ടൻസ്, ലോയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. പക്ഷേ നഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്നിവരുടെ ലിസ്റ്റ് ഇപ്പോഴും താഴെ തന്നെയാണ്. അതായത് ഒരു ജോലിയിൽ എത്രത്തോളം ഫിസിക്കലും അൺപ്രഡിക്റ്റബിൾ ആകുന്നോ അത്രത്തോളം അതിലെ വർക്കേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ പാടാണ്. റീസെന്റ് ആയിട്ട് ഇലോൺ മാസ്ക് പറഞ്ഞ ഒരു മറുപടിയാണ്, ഇനി വരുന്ന എല്ലാ ജോലികളും ഓപ്ഷണൽ ആയിരിക്കും, എല്ലാവർക്കും ഒരു യൂണിവേഴ്സൽ ഹൈ ഇൻകംസ് ഉണ്ടാക്കാൻ സാധിക്കും AI യൂസ് ചെയ്ത് എന്നതാണ് അദ്ദേഹം പറയുന്ന മറുപടി. അതായത് AI യൂസ് ചെയ്ത് നമുക്ക് ധാരാളം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, പിന്നെ ആർക്കും തന്നെ ജോലി ചെയ്യേണ്ടി വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ AI യൂസ് ചെയ്ത് ചില കാര്യങ്ങൾ സൂപ്പർ ഗുഡ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. റൈറ്റിംഗ്, കോഡിംഗ്, അനലൈസ്, ഇത് സൂപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവറും കേപ്പബിളും ഇപ്പോൾ AIക്ക് ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. എന്ന് വെച്ചാൽ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം, ഏത് മെത്തേഡ് യൂസ് ചെയ്യണം, എന്താണ് ഇത് മീൻ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കോർഡിനേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇപ്പോഴും സേഫ് ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി എന്ത് സ്കില്ല് പഠിക്കണമെന്ന് ചിന്തിച്ച് ടൈം വേസ്റ്റ് ആക്കാതെ AI യൂസ് ചെയ്ത് എന്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും സേഫ് ആയിരിക്കും.